ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഗ്രഹം സത്യമെങ്കിൽ സഫലമാക്കാൻ ആറ്റിയാലിൽ സിൽക്സ് പൊൻകുന്നം. നമസ്കാരം, ഞാൻ ജിൻസി. പ്രധാന വാർത്തകൾ. സപ്ലൈകോ വിലവർധനയ്ക്ക് പിന്നിൽ അഴിമതി. അധികാരങ്ങൾ ചെയർമാനിൽ കേന്ദ്രീകരിച്ചു. തീരുമാനങ്ങളിൽ നിഗൂഢത. എരുമേലിയിൽ അവലോകന യോഗങ്ങൾ പ്രഹസനമാകുന്നു. മാലിന്യ പ്രശ്നവും കുടിവെള്ളക്ഷാമവും വെല്ലുവിളി. ടൌൺഷിപ്പിന് നടപടിയില്ല. ഭാരതീയ സ്ത്രീകളുടെ പ്രഥമ ശത്രു സംഘപരിവാറാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി സുധാ സുന്ദർരാമൻ. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭമുണ്ടാകണം. പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം. പൊൻകുന്നം കോടതി സമുച്ചയം പൂർത്തിയാകുന്നു. മുതൽ മുടക്ക് 3 കോടി. ഉദ്ഘാടനം വൈകാതെയെന്ന് എൻ ജയരാജ്. വാർത്തകൾ വിശദമായി. സപ്ലൈകോ ഓണം റംസാൻ വിപണിയിൽ അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പിന്നിൽ കോടികളുടെ അഴിമതിയെന്ന സൂചന. സപ്ലൈകോ വിപണിയുടെ വിലക്കയറ്റവും സാധനങ്ങളുടെ ദൌർലഭ്യവും മൂലം പൊതുവിപണിയിൽ വില പിടിച്ചാൽ കിട്ടാത്ത നിലയിലായി. LDF ഭരണകാലത്ത് സപ്ലൈകോ വിപണിയിൽ 9 രൂപയായിരുന്ന അരിയുടെ വില ഇപ്പോൾ 21 രൂപയാണ്. സബ്സിഡി ഇല്ലാത്ത ജയ അരിക്ക് 30 രൂപയും മട്ട അരിക്ക് 36 രൂപ 80 പൈസയും പച്ചരിക്ക് 26 രൂപ 80 പൈസയുമാണ് സപ്ലൈകോയിലെ ഇപ്പോഴത്തെ വില. കാർഡ് ഒന്നിന് 10 കിലോ അരി മുൻപ് നൽകിയിരുന്നത് വെട്ടിക്കുറച്ച് 5 കിലോയാക്കി. പുഴുക്കലരിയും പച്ചരിയും 5 കിലോ വീതമാണ് ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം 49 രൂപയായിരുന്ന ചെറുപയറിന് 55ഉം 26 രൂപ 50 പൈസയായിരുന്ന വൻപയറിന് 35 രൂപയും 45 രൂപയായിരുന്ന മുളകിന് 55 രൂപയുമായി. ജീരകം, ഉലുവ, പീസ്പരിപ്പ്, കടുക് എന്നിവയുടെ സബ്സിഡി 7 മാസം മുൻപ് എടുത്തു കളഞ്ഞിരുന്നു. ഉഴുന്ന്, മല്ലി എന്നിവയുടെ വിലയിലും വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിച്ചതോടെ പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. സംസ്ഥാനത്തെ 34 സപ്ലൈകോ ഡിപ്പോകളിൽ നിന്നും ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് മാനേജർമാർ ഓൺലൈൻ വഴി ചെയർമാന് എത്തിക്കുകയാണ് പതിവ്. ഡയറക്ടർ ബോർഡിനെയും സബ് കമ്മിറ്റിയെയും മറികടന്ന് ചെയർമാൻ നേരിട്ട് തീരുമാനം എടുക്കുന്ന സ്ഥിതി ഇതുമൂലം സംജാതമായി. അധികാരം ചെയർമാനിൽ മാത്രമായി ഒതുങ്ങിയതോടെ സാധനങ്ങൾ വാങ്ങുന്നതിലെ സുതാര്യത നഷ്ടമായി. ഉഴുന്നുപരിപ്പിന്റെ ഗുണപരിശോധനയിൽ വീഴ്ച വരുത്തിയ ക്വാളിറ്റി കൺട്രോളർക്ക് സ്ഥാനക്കയറ്റം നൽകി സപ്ലൈകോയിൽ നിയമനം നൽകിയത് ക്രമക്കേടുകൾക്ക് പിന്തുണ നൽകാനാണെന്ന് ആരോപണം ഉയർന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്. മണ്ഡല മകരവിളക്ക് കാലം അടുത്തിരിക്കെ ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന എരുമേലിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. തീർത്ഥാടന കാലത്തെ പ്രധാന വെല്ലുവിളികളായ മാലിന്യം, കുടിവെള്ളക്ഷാമം എന്നിവയ്ക്ക് പരിഹാരം കാണാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. എരുമേലിയെ ടൌൺഷിപ്പായി പ്രഖ്യാപിച്ചെങ്കിലും നടപടിയൊന്നുമായില്ല. ശബരിമല തീർത്ഥാടകരുടെ ഏറ്റവും പ്രധാന ഇടത്താവളവും പേട്ടതുള്ളലിന്റെയും ചന്ദനക്കുടത്തിന്റെയും നാടുമായ എരുമേലിയിൽ തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി ഇത്തവണയും അവലോകന യോഗം നടന്നു. പല നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നെങ്കിലും എരുമേലിയുടെ പ്രധാന പ്രശ്നങ്ങളായ മാലിന്യവും കുടിവെള്ളത്തിന്റെ ക്ഷാമവും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ധാരണയുണ്ടായില്ല. എല്ലാ തീർത്ഥാടന കാലത്തും വലിയമ്പലത്തിന് സമീപമുള്ള തോട്, പാർക്കിംഗ് ഗ്രൌണ്ട്, റോഡുകൾ എന്നിവിടങ്ങളിലെല്ലാം മാലിന്യം കൊണ്ടു നിറയും. തീർത്ഥാടന കാലത്തിന് ശേഷം ക്ലീൻ എരുമേലി പദ്ധതി പ്രകാരം ശുചീകരണം നടത്തുമെന്ന പ്രഖ്യാപനവും നടപ്പായിട്ടില്ല. കഴിഞ്ഞ വർഷം കുടിവെള്ള പ്രശ്നം കൈകാര്യം ചെയ്ത രീതിയിൽ പരക്കെ ആക്ഷേപമുണ്ടായിരുന്നു. അവലോകന യോഗങ്ങൾ പ്രഹസനമായി മാറുന്നതായും എരുമേലിയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി തന്നെ അവശേഷിക്കുന്നതായും പൊതുപ്രവർത്തകർ പറയുന്നു. എരുമേലിയുടെ യഥാർത്ഥമായ പ്രശ്നങ്ങളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാതെ തീർത്ഥാടന കാലത്തെ കുറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുത്തി തീർത്തു എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓടിപ്പിടിച്ചു വന്ന് എന്തോ ചില കാര്യങ്ങൾ തീർത്ഥാടകർക്ക് വേണ്ടി ചെയ്തു എന്ന്. പക്ഷെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് എരുമേലി ടൗൺഷിപ്പാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടും ടൗൺഷിപ്പിന്റെ പ്രാഥമികമായ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. കുറഞ്ഞ പക്ഷം ഒരു ടൗൺ പ്ലാനറെ വിളിച്ചു വരുത്തി അദ്ദേഹം മറ്റ് ജനപ്രതിനിധികളോ രാഷ്ട്രീയ സംഘടനക്കാരെയോ ഒക്കെ വിളിച്ചു ചേർത്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, ആ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാവുന്ന ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നെങ്കിൽ അതാണ് പ്രായോഗികമായി നടക്കേണ്ടിരുന്ന കാര്യം.
തീർത്ഥാടന കാലത്തിനു ശേഷം അവലോകന യോഗം ചേരുന്ന പതിവ് നിലച്ചിട്ട് 15 വർഷമായി. എരുമേലിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ടൌൺഷിപ്പായി ഉയർത്തുമെന്ന് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. എരുമേലിയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടും നാളുകളായി. ടൌൺഷിപ്പോ ദേശീയ തീർത്ഥാടന കേന്ദ്രമോ എന്തുതന്നെയായാലും എരുമേലിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മക നടപടിയാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, എരുമേലി. ഇന്ത്യൻ സ്ത്രീ സമൂഹത്തിന്റെ പ്രഥമ ശത്രു ബിജെപി ഉൾപ്പെടുന്ന സംഘപരിവാറാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി സുധാ സുന്ദർരാമൻ പറഞ്ഞു. ബിജെപി ഭരണത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവില്ല. കേരളത്തിലെ UDF ഭരണം അഴിമതിയുടെ സംരക്ഷകരായെന്നും സുധാ സുന്ദർരാമൻ പറഞ്ഞു. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ഉയരണം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഏറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ടയത്തിന്റെ മണ്ണിൽ 10ാമത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നും ആരംഭിച്ച ദീപശിഖ, പതാക, ബാനർ, കൊടിമര ജാഥകൾ കോട്ടയം കളക്ടറേറ്റിന് സമീപം സംഗമിച്ചു. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ CPM ജില്ലാ സെക്രട്ടറി KJ തോമസ് പൊതുസമ്മേളന നഗരിയായ തിരുനക്കര മൈതാനിയിൽ പതാക ഉയർത്തി. മാമൻ മാപ്പിള ഹാളിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ദീപശിഖ കൊളുത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ മാമൻ മാപ്പിള ഹാളിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 551 പ്രതിനിധികളും 6 സൌഹാർദ്ദ പ്രതിനിധികളും പങ്കെടുത്തു. ദേശീയ ജനറൽ സെക്രട്ടറി സുധാ സുന്ദർരാമൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BJPയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ സ്ത്രീ സമൂഹത്തിന് സുരക്ഷ ഉണ്ടാകില്ലെന്ന് സുധാ സുന്ദർരാമൻ പറഞ്ഞു. കേരളത്തിലെ വിവാദ സോളാർ നായികയുമായി നിരവധി മന്ത്രിമാർക്ക് ബന്ധമുണ്ട്. പൊതുജനസേവനമെന്നാൽ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണോ എന്നും സുധാ സുന്ദർരാമൻ ചോദിച്ചു. What is it? What is happening to the Kerala ethos? And the women are coming into connections with so and so, so and so, so and so. Is this tolerable? So we say the huge involvement of the different ministers, all of it has to come out. Dr. T.N. Seema MP അധ്യക്ഷയായി. PK ശ്രീമതി KK ശൈലജ, MC ജോസഫൈൻ, CPM നേതാക്കളായ VR ഭാസ്കരൻ, KJ തോമസ്, PK ബിജു MP തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 3 കോടി രൂപ ചെലവഴിച്ചാണ് കോടതി സമുച്ചയം നിർമ്മിച്ചത്. ചുറ്റുമതിലിന്റെ നിർമ്മാണം കൂടി പൂർത്തീകരിച്ച് കോടതിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് ഡോക്ടർ N. ജയരാജ് MLA പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെയും 2ാം ക്ലാസ് കോടതിയുടെയും മുൻസിഫ് കോടതിയുടെയും പ്രവർത്തനം ഏറെ താമസിയാതെ പുതിയ കെട്ടിടത്തിലേക്ക് മാറും. ഏറെ പഴക്കം ചെന്ന കോടതി കെട്ടിടങ്ങൾക്ക് പകരം പുതിയ മന്ദിരമെന്ന ആവശ്യം ദീർഘനാളായി നിലനിന്നിരുന്നതാണ്. ഡോക്ടർ N. ജയരാജ് MLAയുടെ ശ്രമഫലമായി സംസ്ഥാന സർക്കാർ 3 കോടി രൂപ കെട്ടിടത്തിന് അനുവദിച്ചു. 18 മാസം കൊണ്ട് 2 നിലകളിലുള്ള കോടതി സമുച്ചയത്തിന്റെ പണി പൂർത്തീകരിച്ചു. പൊൻകുന്നത്തെ 3 കോടതികളുടെയും അദാലത്ത് കോടതിയുടെയും പ്രവർത്തനം ഈ സമുച്ചയത്തിൽ ആരംഭിക്കുമെന്ന് ഡോക്ടർ N. ജയരാജ് MLA പറഞ്ഞു. 2037 സ്ക്വയർ ഫീറ്റുള്ള 2 നില കെട്ടിടമാണ്. ഏതാണ്ട് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉൾപ്പെടെ 2037 സ്ക്വയർ ഫീറ്റിലാണ്. ഇപ്പോൾ അവിടെ നിലവിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ അസൗകര്യങ്ങൾ, ഒത്തിരി പഴക്കമുള്ളൊരു കോടതിയായിരുന്നു. അപ്പം ഒട്ടേറെ അസൗകര്യങ്ങൾ ആ കോടതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ ഉണ്ടായത്. അപ്പോൾ 2 മജിസ്ട്രേറ്റ് കോടതി, മുൻസിഫിൻ്റെ ഒരു കോടതി, അതോടൊപ്പം തന്നെ അദാലത്ത് കോടതി, പിന്നെ APPമാർക്കുള്ള ഓഫീസ്, മീഡിയേഷൻ റൂം, ബാർ അസോസിയേഷൻ ഹാള്, ക്ലർക്ക് അസൈൻമെൻറ്റ് ഹാള്, അത്രയും നമ്മൾ ക്യാൻറ്റീൻ ഉൾപ്പെടെ ഉള്ള ഫെസിലിറ്റിയാണിപ്പം പ്രധാനമായിട്ടും അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോടതി ഓഫീസിനും ബാർ അസോസിയേഷൻ ഹാളിനും പ്രത്യേകം സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും പണി പൂർത്തീകരിച്ച് ബാർ അസോസിയേഷനുമായി ആലോചിച്ച് ഉദ്ഘാടന തീയതി തീരുമാനിക്കുമെന്നും ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. എരുമേലിയിൽ വൻ കഞ്ചാവ് വേട്ട. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന റെയ്ഡിൽ 1 ലക്ഷം രൂപയിലധികം വില വരുന്ന കഞ്ചാവുമായി എരുമേലി സ്വദേശിയായ യുവാവ് പിടിയിലായി. ഉഴക്കനാട് റഫീഖിനെയാണ് പൊൻകുന്നം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. എരുമേലിയിലും പരിസര പ്രദേശങ്ങളിലും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന യുവാവ് പൊൻകുന്നം എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ പിടിയിലായി. എരുമേലി ഉഴുക്കനാട് പനിച്ചിയിൽ റഷീഖിനെയാണ് സംഘം പിടികൂടിയത്.
ഇയാളിൽ നിന്ന് 1,00,000-ലധികം രൂപ വില വരുന്ന 2 കിലോ 200 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. എരുമേലിയിലും പരിസര പ്രദേശങ്ങളിലും ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയതെന്ന് എക്സൈസ് ഓഫീസർ സേവ്യർ പറഞ്ഞു. എരുമേലി ഒഴുക്കനാട് എന്ന സ്ഥലത്ത് റാഷിക്ക് എന്നൊരു വ്യക്തി വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഇൻഫർമേഷൻ ലഭിച്ചതിന് അടിസ്ഥാനത്തിൽ റാഷിക്കിന്റെ വീട് ഞങ്ങൾ സെർച്ച് ചെയ്യുകയും വീട്ടിൽ നിന്ന് 2 കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു. എരുമേലിയും പരിസര പ്രദേശങ്ങളിലുള്ള യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തുന്നത്. ഏതാണ്ട് 1,00,000 രൂപയുടെ അടുത്ത് വില വരുന്ന കഞ്ചാവാണ് ഇന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. സിവിൽ ഓഫീസർമാരായ ഷിനോ, രമേശ്, വികാസ്, സന്തോഷ്, ബിനോയ്, അജികുമാർ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ മണിമല മൂലേപ്ലാവിന് സമീപം രൂപപ്പെട്ട വൻകുഴി വാഹന കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായി. ദിവസവും നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ മണിമല പാലത്തിനും മൂലേപ്ലാവിനുമിടയിലാണ് വൻകുഴി രൂപപ്പെട്ടത്. കൊടുംവളവിൽ കുഴിയുള്ളതുമൂലം വാഹനങ്ങൾ നദീതീരത്തേക്ക് വെട്ടിച്ചാണ് സഞ്ചരിക്കുന്നത്. ഈ ഭാഗം മണ്ണിടിച്ചിൽ മൂലം അപകട ഭീഷണി നേരിടുകയാണ്. മെയ് മാസം ഒടുവിൽ പതിവ് പോലെ പൊതുമരാമത്ത് വകുപ്പ് കുഴി മൂടിയെങ്കിലും മഴയത്തോടെ കുഴി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. റോഡും നദിയും തമ്മിൽ 2 മീറ്റർ മാത്രം വീതിയുള്ള ഈ ഭാഗത്ത് ഭാരവാഹനങ്ങൾ നദീതീരത്തേക്ക് ചേർന്ന് സഞ്ചരിച്ചാൽ വൻ ദുരന്തത്തിന് കാരണമാകുമെന്നും ഉറപ്പാണ്. നിരപ്പായ റോഡിലൂടെ അതിവേഗത്തിലെത്തുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കുഴി കാണുന്നത് മൂലം ബ്രേക്ക് ചവിട്ടുന്നതാണ് അപകടത്തിന് കാരണമാവുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർ ഈ ഭാഗത്ത് മറിഞ്ഞു വീഴുന്നത് പതിവാണ്. റോഡിന്റെ നദിയോട് ചേർന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തിയോ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല. അധികൃതരുടെ അവഗണന വൻ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നാണ് വാഹനയാത്രക്കാർ പറയുന്നത്. ബ്യൂറോ, മണിമല. വാർത്തകൾ തുടരുന്നു. മക്കളെ പോലെ തങ്ങളെ സ്നേഹിച്ചിരുന്ന ഉടമ പാമ്പാടി മൂടൻകല്ലുങ്കൽ ബേബിക്ക് പാമ്പാടി രാജനും സുന്ദരനും വികാരനിർഭരമായി വിട നൽകി. ശനിയാഴ്ച രാവിലെ സംസ്കാര ശുശ്രൂഷയ്ക്കായി ബേബിയുടെ മൃതദേഹം എടുക്കുന്നതിന് തൊട്ടുമുമ്പ് ആനകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വീട്ടുകാർ അവസരമൊരുക്കി. പാമ്പാടി രാജനും സുന്ദരനും തങ്ങളുടെ പ്രിയപ്പെട്ട ഉടമയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ശനിയാഴ്ച രാവിലെ 9:30 പന്തലിന് തെക്കുവശത്ത് പ്രത്യേകം സജ്ജീകരണമൊരുക്കി. തുടർന്ന് രാജനെയും സുന്ദരനെയും അടുത്ത പുരയിടത്തിൽ നിന്ന് മൃതദേഹത്തിന് അരികിലേക്ക് ആനയിച്ചു. മൃതദേഹം കണ്ട ഉടൻ രാജൻ തുമ്പിക്കൈ നീട്ടി പ്രിയപ്പെട്ട പപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 3 വയസ്സു മുതൽ സംരക്ഷിച്ച പിതാവിനോടുള്ള യാത്ര പറച്ചിലായിരുന്നു അത്. രാജന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് കാഴ്ചക്കാരെയും വികാരഭരിതരാക്കി. രാജന്റെ അനുജൻ സുന്ദരൻ തുമ്പിക്കൈ ചുരുട്ടി പപ്പയ്ക്ക് വിട ചൊല്ലി. 5 മിനിറ്റോളം ആനകൾ മൃതദേഹത്തിനരികിൽ നിലകൊണ്ടു. തുടർന്ന് മൃതദേഹം സംസ്കരിക്കാനായി എടുത്തു. ബേബിയുടെ മരണവാർത്ത അറിഞ്ഞതു മുതൽ രാജൻ വെള്ളവും തീറ്റയും ഉപേക്ഷിച്ച് ദുഃഖത്തിലായിരുന്നുവെന്ന് ബേബിയുടെ അനുജൻ ഡായി പറഞ്ഞു. നടൻ ജയറാം ഒരിക്കൽ തുക എഴുതാത്ത ചെക്ക് നൽകി പാമ്പാടി രാജനെ ആവശ്യപ്പെട്ടപ്പോൾ ഇളയ മകനെ നൽകിയാലും രാജനെ വിൽക്കില്ലെന്നായിരുന്നു ബേബിയുടെ പ്രതികരണമെന്ന് അയൽവാസി ഓർക്കുന്നു. ജയറാം ചോദിച്ചു, ഈ ആനയിച്ചാൽ ചെക്ക് ലീവ് എടുത്ത് തന്നു, എത്ര രൂപ തരാൻ പറഞ്ഞു. അന്നാ ഞാൻ പറഞ്ഞു, സാറേ കൊടുക്കുകയില്ല. എന്നാ പിന്നെ ഏച്ചാൽ ഇളയവൻ കൊച്ചുവല്ലേ, കൊച്ചുവനെ ആന കൊടുക്കുകയെന്ന് പറഞ്ഞു. ഉടമകളുടെയും പാപ്പാന്മാരുടെയും പീഡനം മൂലം ആനകൾ ഇടയുന്നത് വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് രാജനും ഉടമ ബേബിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് പ്രസക്തിയേറുന്നത്. ക്യാമറാമാൻ അഭിലാഷിനൊപ്പം പ്രദീപ്, പാമ്പാടി. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ഭാരവാഹികളടക്കം 500ഓളം പ്രവർത്തകർ PC തോമസ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ചേരുന്നു. എന്നാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരും അച്ചടക്ക നടപടികൾ നേരിടുന്നവരുമാണ് ഇപ്പോൾ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് ജോബ് മൈക്കിൾ പറഞ്ഞു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജസ്റ്റിൻ രാജ്, ജോർജ് വെങ്ങാലിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോസ് തോമസ് തുടങ്ങിയവരടക്കം 500ഓളം പ്രവർത്തകർ PC തോമസിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിൽ ചേർന്നതായി പ്രഖ്യാപിച്ചു. LDFന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന അനിശ്ചിതകാല ഉപരോധത്തിൽ പങ്കെടുക്കുമെന്നും ഇവർ പറഞ്ഞു. KM മാണിയും ഇടതുപക്ഷത്തേക്ക് വരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ജസ്റ്റിൻ രാജ് പറഞ്ഞു. എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യങ്ങളുടെ പേരിൽ പുറത്തേക്ക് പോകുന്ന ഒരു സമീപനമാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ പിളർപ്പിനെ സംബന്ധിച്ചുള്ള ഒരു യഥാർത്ഥമായി പറഞ്ഞു കേൾക്കുന്ന അഭിപ്രായം. ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മറ്റൊരു അടിസ്ഥാനപരമായ കാരണമല്ല. നാളെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ആരംഭിക്കുവാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുവാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്
കേരളത്തിലെ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന രൂപത്തിൽ അതെന്റെ കൂടെ കടമയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കടമയാണ് എന്ന് തിരിച്ചറിവുള്ള ഒരുപറ്റം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ യൂത്ത് ഫ്രണ്ടിലെ നേതാക്കന്മാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി ആ പരിപാടികളിലേക്ക് പങ്കെടുക്കുവാനായിട്ട്. എന്നാൽ അസാൻമാർഗികമായ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരും അച്ചടക്ക നടപടി നേരിട്ടവരുമാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോകുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് ജോബ് മൈക്കിൾ പറഞ്ഞു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടക്കുന്ന ഉപരോധത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സർക്കാരിനൊപ്പം നിൽക്കുമെന്നും യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകർ ഉപരോധത്തിൽ പങ്കെടുക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ജോബ് മൈക്കിൾ പറഞ്ഞു. കേരള യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ ഈ സമരത്തെ യാതൊരു കാരണവശാലും പിന്തുണ നൽകുന്നതല്ല. മറിച്ച് വന്ന വാർത്ത 1-2 പേരെ ഇവിടെ പത്രസമ്മേളനം നടത്തുകയോ പത്രത്തിൽ പറയുകയോ ചെയ്തു. അവർ 4/5/2013 സംഘടനയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അവരെ പുറത്താക്കാൻ കാരണം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഇലക്ഷനിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ വോട്ട് ആ ബാലറ്റ് പേപ്പർ മേടിച്ചുകൊണ്ട് പോയി പാർട്ടി യൂത്ത് ഫ്രണ്ട് കൊടുത്ത നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് 4/5/2013 ഈ പറഞ്ഞ നേതാക്കന്മാരെ യൂത്ത് ഫ്രണ്ടിൽ നിന്ന് പുറത്താക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയിലെ മാലിന്യ പ്രശ്നത്തിനും ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരം കാണുവാൻ നടപടി സ്വീകരിക്കുമെന്ന് പുതുതായി സ്ഥാനമേറ്റ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA ഷമീർ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി മീഡിയ സെന്ററിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണി പൂർത്തീകരിച്ച ജൈവ മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. ചിറ്റാർപുഴയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് കർശനമായി തടയും. മിനി ബൈപ്പാസിന്റെ നിർമ്മാണം 2014 മാർച്ചിനകം പൂർത്തീകരിക്കുമെന്നും PA ഷമീർ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ശ്രീ VP മുഹമ്മദ് ഇസ്മായിൽ തുടങ്ങിവെച്ച കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിനോട് ചേർന്നുള്ള ജൈവ മാലിന്യ പ്ലാന്റിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. പൂർത്തീകരിച്ച ജൈവമാലിന്യ പ്ലാന്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടി. രണ്ടാമതായി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഈ പുതിയ ഭരണസമിതി തുടങ്ങിവെച്ച കാഞ്ഞിരപ്പള്ളി മിനി ബൈപ്പാസിൻ്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. മല്ലപ്പള്ളിയിൽ 2 മോഷണം. ബിവറേജസ് കോർപ്പറേഷന്റെ മല്ലപ്പള്ളിയിലെ ഔട്ട്ലെറ്റിലും സമീപത്തെ മൊബൈൽ ഷോപ്പിലുമാണ് വെള്ളിയാഴ്ച രാത്രി മോഷണം നടന്നത്. മല്ലപ്പള്ളിയിൽ CI ഓഫീസിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലും സമീപത്തെ ചൈത്രം മൊബൈൽ വേഡിലും നടന്ന മോഷണത്തിൽ 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ പൂട്ട് തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പണം കവരാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. മേശവലിപ്പിലെ 3000-ഓളം രൂപ മോഷണം പോയതായി കോർപ്പറേഷൻ ജീവനക്കാർ പറഞ്ഞു. ഔട്ട്ലെറ്റിനോട് ചേർന്ന 2 വീലർ വർക്ക്ഷോപ്പിന്റെ പൂട്ട് തകർത്ത് പണിയായുധങ്ങൾ മോഷ്ടിച്ചാണ് 2 കടകളുടെയും താഴുകൾ തകർത്തതെന്ന് സംശയിക്കുന്നു. ബിവറേജസ് കെട്ടിടത്തിന് മുകളിൽ താമസിക്കുന്ന ജീവനക്കാരൻ പ്രഭാത സവാരിക്കിറങ്ങുമ്പോഴാണ് ഔട്ട്ലെറ്റിന് മുന്നിലെ ട്യൂബുകൾ തകർത്ത നിലയിലും ഷട്ടറിന്റെ താഴുകൾ അറുത്ത നിലയിലും കണ്ടത്. മല്ലപ്പള്ളി പഞ്ചായത്ത് കെട്ടിടത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചൈത്രം മൊബൈൽ വേൾഡിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി. കീഴ്വായ്പൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. കോന്നിയിൽ നിന്ന് വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. പരമ്പരാഗത പപ്പട തൊഴിലാളി കുടുംബത്തെ വ്യക്തി താൽപര്യത്തിന്റെ പേരിൽ എലിക്കുളം പഞ്ചായത്ത് അധികാരികൾ ദ്രോഹിക്കുന്നതായി പരാതി. എലിക്കുളം പഞ്ചായത്ത് 2-ാം വാർഡിൽ കൂനാനിൽ പൊന്നമ്മ വേലായുധന്റെ പപ്പട നിർമ്മാണം സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്ന് എലിക്കുളം പഞ്ചായത്ത് നിർത്തിവെപ്പിച്ചതായാണ് പരാതി. വണ്ടി അപകടത്തിൽപ്പെട്ട് പൊന്നമ്മ കിടപ്പിലാണ്. അപകടത്തിൽ കൈയൊടിഞ്ഞ മകൻ അനീഷിന് കട്ടിപ്പണികൾ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് പപ്പടം ഉണ്ടാക്കി വിറ്റാണ് കഴിയുന്നത്. പഞ്ചായത്ത് തീരുമാനത്തിനെതിരെ ഇവർ ജില്ലാ കളക്ടർക്കും തഹസീൽദാർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് നടപടി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് CPM എലിക്കുളം ലോക്കൽ കമ്മിറ്റി പൊൻകുന്നത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ CPM എലിക്കുളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ NR ബാബു, PK സുകുമാര കൈമൾ, S മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. എൻ്റെ വാർഡ് മെമ്പറാണ് എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ തൊടുക. അപ്പം കഴിഞ്ഞ മാസം 15-ാം തീയതി 14-ാം തീയതി രാത്രി 9 മണിയായപ്പം പുള്ളി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു എൻ്റെ അയൽവാസി എനിക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ പഞ്ചായത്തിൽ ചെല്ലുകയും എൻ്റെ മേലുള്ള പരാതി കാണിക്കാൻ പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പരാതി കാണിക്കാൻ എന്നെ തയ്യാറാകാതെ നിന്നെ പരാതി കാണിക്കുന്നതിന് തന്നെ നിയമം വല്ലതും ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, പരാതി കണ്ടു കഴിഞ്ഞ് ഞാൻ മറുപടി പറയാമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാക്കി പുള്ളി പരാതി തരികയാണെന്നായി. അപ്പം
അവിടെ ഉണ്ടായിരുന്ന വേറൊരു മെമ്പർ പറഞ്ഞു പരാതി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പരാതി എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്ന് പുക വരാൻ പറ്റത്തില്ല. വാർത്തകൾ തുടരുന്നു. കങ്ങഴ മേഖലയിൽ സാൽവേഷൻ ആർമി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച സുബേദാർ ജോസഫ് പിതാവിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങൾ ഇടയപ്പാറയിൽ നടന്നു. സമാപന സമ്മേളനം ഡോക്ടർ എൻ ജയരാജ് MLA ഉദ്ഘാടനം ചെയ്തു. AD 1850 കങ്ങഴ മേഖലയിൽ അടിമവേലയ്ക്കായി കൊണ്ടുവന്ന കണ്ണൻ, പാലൻ, പൈങ്കിളി എന്ന വ്യക്തികളാണ് അടിമവേലയിൽ നിന്നും രക്ഷപ്പെട്ട് ക്രിസ്ത്യൻ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിൽ കണ്ണൻ പിന്നീട് പത്രോസ് എന്നറിയപ്പെടുകയും ചെയ്തു. തന്റെ മകനായ ജോസഫിനോട് കാഷായ വസ്ത്രധാരികളായി കേരളത്തിലെത്തിയ സുവിശേഷകരോടൊപ്പം ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മാവേലിക്കരയിൽ നിന്നും കാഷായ വസ്ത്രധാരികളായ സുവിശേഷകരെ 1898 കങ്ങഴിയിലെത്തിച്ച രക്ഷാസൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ജോസഫ് ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു വർഷം നീണ്ടുനിന്ന 150ാം ജന്മവാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച രാവിലെ 11-ന് പത്തനാട്ട് നിന്നും സാക്ഷി ഘോഷയാത്ര ആരംഭിച്ചു. സഭാചരിത്രം വിളംബരം ചെയ്യുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് മികവേകി. കങ്ങഴ സാൽവേഷൻ ആർമി ദേവാലയത്തിൽ ഘോഷയാത്ര എത്തിച്ചേർന്നതോടെ മാവേലിക്കരയിൽ നിന്നും എത്തിച്ച പതാക ചരിത്രത്തിന്റെ പുനരാവർത്തനമായി സൈന്യം പ്രവർത്തകർ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സൈന്യത്തിന്റെ പ്രവർത്തനം സമൂഹ നന്മയ്ക്ക് എന്നും പ്രചോദനമാണെന്ന് ഡോക്ടർ എൻ ജയരാജ് ചൂണ്ടിക്കാട്ടി. 126 രാജ്യങ്ങളിൽ ഇന്ന് വിസ്തൃതമായി കിടക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനം ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ ഏറ്റവും മഹത്തരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാനിത് പറയാൻ കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കുഷ്ഠരോഗ ആശുപത്രി അതിന് തുടക്കമിട്ടത്, ലെപ്രസി സാനിറ്റോറിയത്തിന് തുടക്കമിട്ടത് സാൽവേഷൻ ആർമിയുടെ നേതൃത്വത്തിലാണ്. ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെന്റ് പോലും അത്തരം ഒരു വലിയ ആശയം മുൻപോട്ട് കൊണ്ടുവരുന്നതിന് എത്രയോ കാലത്തിന് മുൻപ് നൂറനാടും അതിനുശേഷം പുത്തൻകുരിശിലുമൊക്കെ ആ പ്രവർത്തനം പിന്നീട് ആരംഭിക്കാൻ കഴിഞ്ഞു. ഇന്നും എനിക്ക് തോന്നുന്നു ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനം ഇന്ന് സാൽവേഷൻ ആർമിയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിവിഷണൽ കമാൻഡർ CS യോഗനാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചീഫ് സെക്രട്ടറി കേണൽ ചെല്ലയ്യാമണി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ ചെയർമാൻ ഷിൻസ് പീറ്റർ, കങ്ങഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രലേഖ മോഹൻ, AM മാത്യു ആനിത്തോട്ടം, ഫാദർ ജേക്കബ് ചെത്തിപ്പുഴ, M മോസസ്, സാക്സൺ T സൈമൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മണിമല. കുട്ടികളോടുള്ള ക്രൂരതകൾക്കെതിരായ സന്ദേശവുമായി ദർശന സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച മെഗാ ക്യാൻവാസ് ശ്രദ്ധേയമായി. ക്യാൻവാസിൽ പ്രായഭേദമന്യേ നിരവധി പേർ തങ്ങളുടെ ആശയം വരച്ചു ചേർത്തു. 20ാമത് അഖില കേരള ശങ്കേഴ്സ് ചിത്രരചനാ മത്സരത്തോടനുബന്ധിച്ചാണ് ഈ വേറിട്ട പരിപാടി നടത്തിയത്. അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരപീഡനങ്ങൾക്ക് വിധേയനായ ഷഫീഖിന്റെ ദുരവസ്ഥ കേരളത്തിലെ പിഞ്ചോമനകൾക്ക് ഉണ്ടാവരുതെന്ന പ്രാർത്ഥനയോടെയാണ് ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വേറിട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. 20ാമത് അഖില കേരള ശങ്കേഴ്സ് ചിത്രരചനാ മത്സരത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. മത, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളായതോടെ ക്യാൻവാസ് സമ്പന്നമായി. ബാലപീഡനത്തിനെതിരെ ജനങ്ങളുടെ ആശയങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ കോട്ടയംകാർക്ക് വേറിട്ട ഒരു അനുഭവമായി. മാനുഷാദ എന്ന് പേരിട്ട വേറിട്ട ഈ അവബോധന പരിപാടിയിൽ പ്രായഭേദമന്യേ നിരവധി ആളുകൾ അഭിപ്രായം പങ്കുവയ്ക്കാനെത്തി. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കാനായി കുഞ്ഞിരാമൻ, ഡോക്ടർ ജെ പ്രമീളാദേവി എന്നിവരും പരിപാടിക്ക് പിന്തുണ അർപ്പിച്ചെത്തിയിരുന്നു. ദർശന സാംസ്കാരിക വേദിയുടെ ഈ പരിപാടി കുട്ടികൾക്കും ആർജവമായി. കുട്ടികൾക്കെതിരെ ഉയർന്നുവരുന്ന ക്രൂരപീഡനങ്ങൾ അവസാനിപ്പിക്കാൻ ഇത്തരം പരിപാടികളോടെ സാധിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം വെറ്റിനറി സബ് സെന്ററിൽ നിന്നും മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. 90 രൂപ നിരക്കിലാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്.
മുട്ടയുൽപാദനത്തെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൃഗസംരക്ഷണ വകുപ്പ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സപ്ലൈകോ വിലവർധനയ്ക്ക് പിന്നിൽ അഴിമതി, അധികാരങ്ങൾ ചെയർമാനിൽ കേന്ദ്രീകരിച്ചു, തീരുമാനങ്ങളിൽ നിഗൂഢത. എരുമേലിയിൽ അവലോകന യോഗങ്ങൾ പ്രഹസനമാകുന്നു, മാലിന്യ പ്രശ്നവും കുടിവെള്ളക്ഷാമവും വെല്ലുവിളി, ടൌൺഷിപ്പിന് നടപടിയില്ല. ഭാരതീയ സ്ത്രീകളുടെ പ്രഥമ ശത്രു സംഘപരിവാറാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി സുധാ സുന്ദർരാമൻ. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭമുണ്ടാകണം. പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം. പൊൻകുന്നം കോടതി സമുച്ചയം പൂർത്തിയാകുന്നു. മുതൽ മുടക്ക് 3 കോടി. ഉദ്ഘാടനം വൈകാതെയെന്ന് എൻ ജയരാജ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്